നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ബീഡ്സും ത്രെഡും വെച്ചിട്ട് എംബ്രോയിഡറി ത്രെഡും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ 16 ഇഞ്ച് വീതിയും 26 ഇഞ്ച് നീളത്തിലും ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. 2 എണ്ണത്തിൻ്റെ നെക്കിലും സ്ലീവിലും വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ലൈനിങ്ങിന് വേണ്ട ഫാബ്രിക്കാണ്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ജോർജറ്റ് മെറ്റീരിയൽ. അപ്പോൾ ഇതിനടിയിലേക്ക് നമ്മൾ ഈ ക്യാൻവാസ് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് വൈറ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിലാണ്, ഈ ലൈനിങ്ങിലാണ് ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ ഈ ജോർജറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പതിപ്പിച്ചെടുക്കും. നമ്മൾ ലൈനിങ്ങിന് മുകളിൽ ക്യാൻവാസ് ഷീറ്റ് അഥവാ പേപ്പർ സ്റ്റിപ്പ് വെച്ചിട്ട് അതിൻ്റെ പശയുള്ള ഭാഗമാണ് ലൈനിങ്ങിനോട് ചേർത്ത് വെക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഹീറ്റ് കൊടുക്കുക. ഹീറ്റ് കൊടുക്കുമ്പോൾ അതവിടെ ആപ്ലിക്കായിട്ട് ഈവനായിട്ടുണ്ടാവും. ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റാക്കി എടുക്കണം. ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ലൈനിങ് ഫാബ്രിക്കിലേക്ക് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് 4 സൈഡും അടിച്ചെടുക്കണം. 4 സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതിൽ അറ്റാച്ച് ചെയ്യിപ്പിക്കണം. നമ്മുടെ ഫാബ്രിക്കിന് മാച്ചിങ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് എടുത്ത് ബോബിനിൽ നമ്മൾ വൈൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ കളർ പോകത്തില്ല. നമ്മൾ മുകളിൽ സെയിം കളർ തന്നെ സാധാ നൂല് യൂസ് ചെയ്യണം. ഈ ഒരു സ്കെയിൽ ഇത് 1 ഇഞ്ച് വീതിയുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നത് സ്ട്രൈറ്റ് ലൈനായിട്ട്, ക്രോസ് ആയിട്ടപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ക്യാൻവാസിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ വരയ്ക്കുന്നത് പക്ഷേ ഈ ക്യാൻവാസിലായിരിക്കും. നമ്മൾ ക്യാൻവാസിൽ വരച്ച ഭാഗം മുകളിൽ വെക്കണം, എന്നിട്ട് താഴെ ആയിരിക്കും അപ്പോൾ എംബ്രോയ്ഡറി വരിക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് അത് തീർന്നിട്ട് അത് കട്ട് ചെയ്ത് കളയാതെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ലൈനിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് കുറേ നൂല് വേസ്റ്റ് ആക്കാതിരിക്കാൻ പറ്റും. നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഭാഗം ഈ ബോബിനിൽ നൂല് ബൈൻഡ് ചെയ്യുന്നതാണ്. കാരണം നൂലിന് ഭയങ്കര തിക്കുള്ളത് കൊണ്ട് ബോബിനിൽ ഇത് ഒരുപാട് നമുക്ക് നീളത്തിൽ ബൈൻഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നൂല് ചുറ്റിയെടുത്ത് ചെയ്യേണ്ടത് ഒരു ചെറിയ ജോലിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നമ്മൾ മാക്സിമം ഇത് വരച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കിയാൽ എങ്കിലും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനോടെ ഇതുപോലെ ഒരു ലൈൻസ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ 2 പേർക്കും നെക്കിനും സ്ലീവിനും ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ബീഡ്സ് പഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിലുള്ള ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ ഷോളിൽ നമ്മൾ ഇതേ സെയിം വർക്ക് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് 2 ലെയർ കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ട് നമ്മൾ വലിയൊരു ക്യാൻവാസിൽ ചെയ്തെടുത്തിട്ട് ജാക്കറ്റൊക്കെ തയ്ച്ചിട്ടാൽ ഭയങ്കര സൂപ്പറായിരിക്കും. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് മറക്കല്ലേ.